താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? ഇവിടെ 4 സംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏതിനെയാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാവോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക കാണുക. അക്കങ്ങളുടെ തുകയെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസിലായിട്ട് അക്കങ്ങളുടെ തുക കാണാം. ഇവിടെ അക്കത്തുക എത്ര വരും? 1 4 5, 7 5 12, 12 5 17. 17 9ൻ്റെ ഗുണിതമല്ല, അതുകൊണ്ട് ഈ 1475 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അടുത്തത് നോക്കുക, 4 3 7, 7 14, 1 15. 15 9ൻ്റെ ഗുണിതമല്ല, അതുകൊണ്ട് ഇതിനെയും 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇവിടെയോ 5 4 9, 9 1 10, 10 8 18. 18 9ൻ്റെ ഗുണിതമാണ്, അതുകൊണ്ട് 5418നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. ശരി ഉത്തരം ഓപ്ഷൻ സി. ഇവിടെ നോക്കുക, 4 7 11, 11 9 20, 25 25. 25 9 കൊണ്ട് 9ൻ്റെ ഗുണിതമല്ല, 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയല്ല, അതുകൊണ്ട് ഈ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 5418 237 ഭാഗം ഡാഷ് സമം 23700. 237നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 23700 കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, 237നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 23700 കിട്ടും. നമുക്കറിയാം 237നെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 23700 കിട്ടും. ഈ 100 കൊണ്ട് ഗുണിക്കുന്നതും 100 കൊണ്ട് ഹരിക്കുന്നതും തുല്യമാണ്. ഓർക്കുക, 100 കൊണ്ട് ഗുണിക്കുന്നതും 100 കൊണ്ട് ഹരിക്കുന്നതും തുല്യമാണ്. അപ്പോൾ 237നെ 100 കൊണ്ട് ഹരിച്ചാൽ 23700 കിട്ടണം. ഈ 100 നമുക്ക് 100 എന്ന ഓപ്ഷൻ നൽകിയിട്ടില്ല. അപ്പോൾ 100നെ നമുക്ക് ദശാംശ സംഖ്യയാക്കി മാറ്റണം. അപ്പോൾ ഒന്നിനെ 100 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്യണം? 1 എഴുതി 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അപ്പോൾ ഒരു 0 ഇടതുവശത്ത് കൊടുക്കുക. അപ്പോൾ പോയിന്റ് 0.1 വരും. ഇനി പൂർണ്ണസംഖ്യാഭാഗവും 0 ആണെന്ന് സൂചിപ്പിക്കാൻ ഇവിടെ ഒരു 0 കൊടുക്കുക. അപ്പോൾ 0.01 ഉത്തരം വരേണ്ടത്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഇനി 100 കൊണ്ട് ഗുണിക്കുന്നതും 100 കൊണ്ട് ഹരിക്കുന്നതും തമ്മിലുള്ള ബന്ധം ഓർമ്മയില്ലാത്തവർക്ക് ഇത് സാധാരണ രീതിയിൽ ഇതിൻ്റെ ഉത്തരം കാണാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 237നെ എക്സ് കൊണ്ട് ഹരിച്ചാൽ 23700 കിട്ടും എന്നെഴുതുക. 237നെ എക്സ് കൊണ്ട് ഹരിച്ചാൽ 23700 കിട്ടും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ എക്സിനെ നമുക്ക് വലതുവശത്തേക്ക് കൊണ്ടുപോകാം. അതുപോലെ 23700നെ ഇടത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിങ്ങനെ ആവും, 237/23700 ഇവിടെ വരുമ്പോൾ ഛേദത്തിലാവും. 23700 സമം എക്സ് ഇവിടെ വരുമ്പോൾ ന്യൂമറേറ്ററിലാവും, എക്സ് എന്ന് വരും. നോക്കുക, അംശം 237 ഛേദം 23700, അതായത് 237 ഗുണം 100 23700. അപ്പോൾ 237 കൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും നമുക്ക് ഹരിക്കാം. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 100 വരും. അതായത് എക്സ് സമം 100 കിട്ടും. 100 എന്നാൽ 0.01 നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഉത്തരം 0.01. ശരി ഉത്തരം ഓപ്ഷൻ ബി. 5 10 26 50 ഡാഷ് 170. നമുക്ക് ഈ സംഖ്യാശ്രേണിയിൽ ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. നോക്കുക, ഇതെല്ലാം ചില സ്ക്വയർ നമ്പേഴ്സിനോട് 1 കൂട്ടിയതാണ്. നോക്കുക, 5 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയറായ 4നോട് 1 കൂട്ടിയതാണ്. അതുപോലെ 10 എന്നുള്ളത് 3ൻ്റെ സ്ക്വയറായ 9നോട് 1 കൂട്ടിയതാണ്. 26 5ൻ്റെ സ്ക്വയറായ 25നോട് 1 കൂട്ടിയത്. ഇവിടെ 50 49നോട് 1 കൂട്ടി, അതായത് 7ൻ്റെ സ്ക്വയറിനോട് 1 കൂട്ടിയത്. ഈ 170 നോക്കുക, 169നോട് 1 കൂട്ടിയതാണ്. 169 എന്ന് പറഞ്ഞാൽ 13ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 13 സ്ക്വയർ പ്ലസ് 1 അതായത് 2 സ്ക്വയർ പ്ലസ് 1, 3 സ്ക്വയർ പ്ലസ് 1, 5 സ്ക്വയർ പ്ലസ് 1, 7 സ്ക്വയർ പ്ലസ് 1. നോക്കുക, അടുത്ത് നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ 9 എന്ന് തോന്നരുത്. 13 സ്ക്വയർ നോക്കുക, ഇതെല്ലാം 2 3 5 7 ഡാഷ് 13. ഈ സംഖ്യകളെല്ലാം നോക്കുക അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സാണിവ. അപ്പോൾ 2 3 5 7 കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ 11. അപ്പോൾ 11 സ്ക്വയർ അധികം 1 ഇവിടെ വരേണ്ടത്. 11ൻ്റെ സ്ക്വയർ 121. അപ്പോൾ 121 പ്ലസ് 1 122 വേണം ഇവിടെ വരേണ്ട സംഖ്യ. 122. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു.
ഒരു പെൺകുട്ടി രണ്ടറ്റത്ത് നിന്നും 17ാം സ്ഥാനത്താണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ഇവിടെ ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയായി നിൽക്കുന്നു. അതിൽ ഒരു പെൺകുട്ടിയുടെ സ്ഥാനം ഇരുവശത്തു നിന്നും, അതായത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും 17ാം സ്ഥാനത്താണ്. അങ്ങനെയെങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര പെൺകുട്ടികളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഒരാളുടെ തന്നെ മുന്നിൽ നിന്നും പുറകിൽ നിന്നുമുള്ള സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആ വരിയിലെ ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനായിട്ട് ഇയാളുടെ മുന്നിൽ നിന്നും പുറകിൽ നിന്നുമുള്ള സ്ഥാനങ്ങൾ കൂട്ടി അതിൽ നിന്നും 1 കുറച്ചാൽ മതി. അതായത് 17 + 17, ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും 17ാം സ്ഥാനമാണ്. അപ്പോൾ 17ഉം 17ഉം കൂടെ കൂട്ടുക, അതിൽ നിന്നും 1 കുറയ്ക്കുക. 17ഉം 17ഉം കൂടെ കൂട്ടിയാൽ 34, 34ൽ നിന്ന് 1 കുറച്ചാൽ 33. അപ്പോൾ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം അഥവാ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം 33 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 4:50 ക്ലോക്കിൻ്റെ സൂചി ഏത് കോണിലാണ് ചെരിഞ്ഞിരിക്കുന്നത്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 4:50 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികൾക്കിടയിലെ കോൺ എത്ര ഡിഗ്രി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 4 × 60, 4 6 24 ആയതുകൊണ്ട് 4 × 60 240. 50 × 11 കാണണം. ഓർക്കുക, 11 5 55 ആണ്. 11 × 5 55 ആണ്. അപ്പോൾ ഇത് 550 വരും. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് സൂചികൾക്കിടയിലെ കോണളവ് കിട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിനായിട്ട് 550 നിന്നും നമുക്ക് 240 കുറയ്ക്കാം. അപ്പോൾ 310 കിട്ടും. 310ൻ്റെ പകുതി, 310ൻ്റെ പകുതി കാണാനായിട്ട് ഹരിക്കേണ്ട കാര്യമൊന്നുമില്ല. 300ൻ്റെ പകുതി 150ഉം 10ൻ്റെ പകുതി 5ഉം. അപ്പോൾ 155. അപ്പോൾ 155 ഡിഗ്രിയാണ് സൂചികൾക്കിടയിലെ കോണളവ്. ശരിയുത്തരം ഓപ്ഷൻ സി. 2 പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഗുണനഫലം 480 ആണെങ്കിൽ അവയിൽ വലിയ സംഖ്യ ഏത്? ഇവിടെ 2 സംഖ്യകളുടെ അനുപാതം അഥവാ അംശബന്ധം നൽകിയിട്ടുണ്ട് 5:6. കൂടാതെ ഗുണനഫലവും നൽകിയിട്ടുണ്ട്. നമുക്ക് അവയിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ സംഖ്യകളുടെ അംശബന്ധം 5:6 ആയതുകൊണ്ട് നമുക്ക് സംഖ്യകൾ 5x എന്നും 6x എന്നും എടുക്കുക. സംഖ്യകൾ 5xഉം 6xഉം. അപ്പോൾ ഇതിൽ വലിയ സംഖ്യ 6x ആണ്. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സംഖ്യകളുടെ ഗുണനഫലം 480 ആണല്ലോ. ഇവിടെ സംഖ്യകൾ 5x എന്നും 6x എന്നുമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അവ ഉപയോഗിച്ച് അതിൻ്റെ ഗുണനഫലം കണ്ടു കഴിഞ്ഞാൽ 5x × 6x എന്ന് വരും. 5x × 6x ഇതാണ് 480 നൽകിയിരിക്കുന്നത്. നോക്കുക, 5x × 6x ഗുണിക്കാനായിട്ട് 5ഉം 6ഉം കൂടെ ഗുണിക്കുക. 5 6 30. x × x². അപ്പോൾ 30x² = 480 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് x² എടുക്കാം. x² = 480/30. ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 48നെ 3 കൊണ്ട് ഹരിച്ചാൽ 16 വരും. അപ്പോൾ x² 16. നമുക്കറിയാം 4ൻ്റെ സ്ക്വയറാണ് 16. അപ്പോൾ x എന്ന് പറയുന്നത് 16ൻ്റെ സ്ക്വയർ റൂട്ട് അഥവാ 4 ആണ്. 4. എക്സിൻ്റെ വാല്യൂ 4. അപ്പോൾ വലിയ സംഖ്യ 6xൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാനായിട്ട് 6 × 4 24 എന്ന് കിട്ടും. അപ്പോൾ വലിയ സംഖ്യ 24. ശരി ഉത്തരം ഓപ്ഷൻ സി. 2 സംഖ്യകളുടെ തുക 8ഉം ഗുണനഫലം 15ഉം ആണെങ്കിൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? ഇവിടെ 2 സംഖ്യകളുടെ തുകയും അവയുടെ ഗുണനഫലവും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കണം. നോക്കുക, സംഖ്യകൾ നമുക്ക് x എന്നും y എന്നും എടുക്കാം. എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ അവയുടെ തുക എന്ന് പറയുന്നത് x + y ആണ്. x + y നമുക്ക് 8 എന്ന് നൽകിയിട്ടുണ്ട്. ഗുണനഫലം അത് x × y അല്ലെങ്കിൽ xy എന്ന് എഴുതിയാൽ മതി. അതാണ് 15. ഈ സംഖ്യകൾ എക്സും വൈയും ആണെങ്കിൽ അവയുടെ വിൽക്രമങ്ങൾ എന്തുവരും? വിൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/xഉം 1/yയും. അപ്പോൾ 1/x + 1/y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവർക്ക് 2 ഭിന്നസംഖ്യകൾ കൂട്ടണമെങ്കിൽ അവയുടെ ഛേദം തുല്യമാക്കണം. അതിനായിട്ട് രണ്ടാമത്തേതിൻ്റെ ഛേദം കൊണ്ട് ഒന്നാമത്തേതിൻ്റെ അംശത്തെ ഗുണിക്കുന്നു. ഒന്നാമത്തേതിൻ്റെ ഛേദം കൊണ്ട് രണ്ടാമത്തേതിൻ്റെ അംശത്തെ ഗുണിക്കുന്നു. പൊതുവായ ഛേദമായിട്ട് ഈ ഛേദങ്ങളുടെ ഗുണനഫലം എഴുതുന്നു. അപ്പോൾ y കൊണ്ട് ഇവിടെ 1നെ ഗുണിച്ചാൽ y കിട്ടും. പ്ലസ് x കൊണ്ട് ഇവിടെ 1നെ ഗുണിച്ചാൽ x കിട്ടും. പൊതുവായ ഛേദമായിട്ട് ഈ ഛേദങ്ങളുടെ ഗുണനഫലം xy. അപ്പോൾ y + x/xy എന്ന് വരും. y + x എന്ന് പറഞ്ഞാൽ x + y തന്നെയാണ്. അപ്പോൾ x + y/xy തന്നെ. x + yയുടെ വാല്യൂ നമുക്കറിയാം 8. xyയുടെ വാല്യൂ 15. അപ്പോൾ 15ൽ 8 ആണ് വിൽക്രമങ്ങളുടെ തുക. ശരി ഉത്തരം ഓപ്ഷൻ സി.
തുടർച്ചയായ 4 ഒറ്റസംഖ്യകളുടെ തുക 976 ആണെങ്കിൽ അവയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇവിടെ തുടർച്ചയായ 4 ഒറ്റസംഖ്യകളുടെ തുക നൽകിയിട്ടുണ്ട്. അക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ചെറിയ സംഖ്യ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ അടുത്ത ഒറ്റസംഖ്യ കിട്ടാൻ എക്സിനോട് എത്ര കൂട്ടണം എന്ന് ഓർക്കുക. നമുക്കിപ്പോൾ 1 ഒരൊറ്റസംഖ്യയാണ്. അടുത്ത ഒറ്റസംഖ്യ 3 ആണ്. അതായത് 1നോട് 2 കൂട്ടിയാലാണ് 3 കിട്ടുക. അടുത്ത എഴുതണമെങ്കിൽ 3നോട് 2 കൂട്ടിയാൽ 5 കിട്ടും. അടുത്തത് വേണമെങ്കിൽ 5നോട് 2 കൂട്ടിയാൽ 7 കിട്ടും. അപ്പോൾ 2 വീതം കൂട്ടി പോകണം ഒറ്റസംഖ്യകൾ, തുടർച്ചയായുള്ള ഒറ്റസംഖ്യകൾ കിട്ടാൻ. അപ്പോൾ ഈ 4 സംഖ്യകളിൽ ഏറ്റവും ചെറുത് എക്സ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എക്സിനോട് 2 കൂട്ടിയാൽ കിട്ടുന്ന എക്സ് പ്ലസ് 2 ആണ്. അതിനടുത്തത് എക്സ് പ്ലസ് 2നോട് 2 കൂട്ടിയാൽ കിട്ടുന്ന എക്സ് പ്ലസ് 4 ആണ്. അടുത്തത് കിട്ടാൻ ഇതിനോട് 2 കൂട്ടണം. അപ്പോൾ എക്സ് പ്ലസ് 4 പ്ലസ് 2 എക്സ് പ്ലസ് 6 വരും. അതായത് നമ്മുടെ 4 സംഖ്യകൾ എക്സ്, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 6 ഇവയാണെന്ന് എടുക്കുക. ഈ 4 സംഖ്യകളുടെ തുകയാണ് 976. അപ്പോൾ ഈ 4 സംഖ്യകൾ കൂട്ടിയാൽ എത്ര വരും? ആദ്യം ഇവയിലെ എക്സുകൾ കൂട്ടുക. എക്സ് 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 4 തവണ കൂട്ടണം. അപ്പോൾ 4x കിട്ടും. 4x അധികം 2, 4, 6 ഈ സംഖ്യകൾ കൂട്ടണമെങ്കിൽ 6, 4, 10, 2, 12. അപ്പോൾ 4x അധികം 12 ആണ് ഈ 4 സംഖ്യകളുടെ തുക. ഇതാണ് നമുക്ക് 976 എന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 4x സമം 976 നിന്ന് 12 കുറച്ചാൽ മതി. 976 നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 964 വരും. എക്സ് കിട്ടാൻ 964നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 964നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 2 തവണ 2, 4, 8, 1, 6 ഇറക്കി എഴുതുന്നു. 16ൽ 4 തവണ 4, 16 ശിഷ്ടമില്ല. 4 വീണ്ടും ഇറക്കുന്നു. 1, 1, 4, 4, 0. അപ്പോൾ 241 കിട്ടും. അതായത് ഏറ്റവും ചെറിയ ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ 241 ശരി ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത സംഖ്യ എന്താണ്? 5, 6, 14, 45 ഡാഷ്. ഇവിടെ ഒരു നമ്പർ സീക്വൻസ് നൽകിയിട്ടുണ്ട്. ഈ സീക്വൻസിലെ അടുത്ത സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ഈ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഇവയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. നോക്കുക, 6 കഴിഞ്ഞ് 14 വന്നിരിക്കുന്നു. 14 കഴിഞ്ഞ് 45. നമുക്കറിയാം 7ൻ്റെ ഇരട്ടിയാണ് 14. അപ്പോൾ 6നോട് 1 കൂട്ടിയാൽ കിട്ടുന്നതാണ് 7. അപ്പോൾ 6നോട് 1 കൂട്ടി അതിനെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 14 ആവും. 6നോട് 1 കൂട്ടി അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 14 ആവും. അതുപോലെ 15ൻ്റെ 3 ഇരട്ടിയാണ് 45. അപ്പോൾ ഈ 14നോട് 1 കൂട്ടിയാൽ 15 ആണല്ലോ. അപ്പോൾ 14നോട് 1 കൂട്ടി അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 45 ആയി. അപ്പോൾ ഇതേ ബന്ധം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 5ഉം 6ഉം തമ്മിൽ ഇതേ ബന്ധം നമുക്ക് ഉപയോഗിക്കാം. അതായത് 5നോട് 1 കൂട്ടി അതിനെ 1 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 5നോട് 1 കൂട്ടി അതിനെ 1 കൊണ്ട് ഗുണിച്ച് 6 വന്നു. 6നോട് 1 കൂട്ടിയാൽ കിട്ടുന്ന 7നെ 2 കൊണ്ട് ഗുണിച്ചാൽ 14 ആയി. 14നോട് 1 കൂട്ടിയാൽ കിട്ടുന്ന 15നെ 3 കൊണ്ട് ഗുണിച്ചാൽ 45 ആയി. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടാൻ 45നോട് 1 കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഗുണിക്കണം. നോക്കുക, ഇവിടെ എല്ലായിടത്തും കൂട്ടിയിരിക്കുന്ന സംഖ്യ 1ഉം ഗുണിച്ചിരിക്കുന്ന സംഖ്യ മാറി മാറി വരുന്നുണ്ട്. 1, 2, 3, 4 എന്ന ക്രമത്തിനായിരിക്കും വരിക. അപ്പോൾ 45നോട് 1 കൂട്ടി അതിനെ 4 കൊണ്ട് ഗുണിക്കുക. 45 1 46. 46നെ 4 കൊണ്ട് ഗുണിച്ചാൽ 184 കിട്ടും. അപ്പോൾ അടുത്ത സംഖ്യ 184. ശരി ഉത്തരം ഓപ്ഷൻ ബി. 7x + 2 സമം 49 2x - 3 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എന്താണ്? നോക്കുക, ഇവിടെ തന്നിരിക്കുന്നത് 7x + 2 സമം 49 2x - 3 ആണ്. ഇവിടെ 7ൻ്റെ പവറായിട്ടാണ് ഇടതുവശം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വലതുവശവും കൂടി 7ൻ്റെ പവറായിട്ട് മാറ്റി എഴുതണം. ഓർക്കുക, 7ൻ്റെ സ്ക്വയറാണ് 49. അപ്പോൾ ഈ 49ന് പകരം നമുക്ക് 7 സ്ക്വയർ എന്ന് എഴുതാം. അതായത് 7 സ്ക്വയർ (2x - 3) എന്ന് വരും. ഇനി നമുക്കൊരു കൃത്യംഗ നിയമം ഉപയോഗിക്കണം. അതായത് a⁴m (n) a⁴m × n ആണ്. അതായത് a⁴m എന്നുള്ള രൂപത്തിൽ വന്നാൽ പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇത് 7 സ്ക്വയർ (2x - 3) എന്നുള്ളത് 7 2 × 2x - 3 എന്ന് വരും. 2 × 2x - 3.
ഇൻറ്റു എഴുതേണ്ടതില്ല, ബ്രാക്കറ്റ് കൊടുത്താൽ മതി അവിടെ. നോക്കുക, ഇടതുവശം 7/(x+2) വലതുവശം 7/2 ഇൻറ്റു 2x-3. രണ്ട് വശവും 7ൻ്റെ പവറായിട്ടാണ് സംഖ്യകൾ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് സംഖ്യകളും തുല്യമായതുകൊണ്ട് ഇവയുടെ പവറുകൾ തുല്യമായിരിക്കും. അതായത് 2 ഇൻറ്റു 2x-3 x+2 തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടതാണ് 2 ഇൻറ്റു 2x-3 സമം x+2 ആയിരിക്കും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാം. അപ്പോൾ 2 കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള ഓരോന്നിനെയും ഗുണിക്കുക. 2 × 2x 4x മൈനസ് 2 3 6 സമം x+2 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ എക്സിനെ ഇടതുവശത്തേക്ക് കൊണ്ടുവരിക, ഈ -6നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ 4x, എക്സ് ഇവിടെ വരുമ്പോൾ -x എന്നാവും, സമം 6 ഇവിടെ വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 2 + 6 എന്ന് വരും. 4x-ൽ നിന്ന് 1x, എക്സ് എന്ന് മാത്രം എഴുതിയ 1x, 4x-ൽ നിന്ന് x കുറച്ച് കഴിഞ്ഞാൽ 3x ഉണ്ട്, ഓർക്കുക. 4x-ൽ നിന്ന് 1x കുറയ്ക്കുന്നു, അപ്പോൾ 3x സമം 2 6 കൂടെ കൂട്ടിയാൽ 8. അപ്പോൾ 3x 8 ആണെങ്കിൽ x എത്ര വരും? 8നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി, 8/3. ഇതാണ് എക്സിൻ്റെ വാല്യൂ. ശരി ഉത്തരം ഓപ്ഷൻ ബി. ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ. ഡെന്നിസിൻ്റെ പിതാവാണ് ഡാനി. ടോം ഡാനിയുടെ ആരാണ്? ആബേലിന് ഒരു സഹോദരനുണ്ട് ടോം. അപ്പോൾ ആബേലും ടോമും സഹോദരങ്ങളാണ്. ആബേല് ടോം സഹോദരങ്ങളാണ്. ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ. അപ്പോൾ ആബേലിൻ്റെ അച്ഛനാണ് ഡെന്നീസ്. ആബേലിൻ്റെ അച്ഛൻ ഡെന്നീസ്. നോക്കുക, ആബേലിൻ്റെ സഹോദരനാണല്ലോ ടോം. അപ്പോൾ ഡെന്നീസിൻ്റെ മറ്റൊരു മകനായിരിക്കും ടോം. അപ്പോൾ ടോമിൻ്റെ അച്ഛനും ഡെന്നീസ് തന്നെ. ഈ ഡെന്നീസിൻ്റെ പിതാവാണ് ഡാനി. അപ്പോൾ ഡെന്നീസിൻ്റെ അച്ഛനാണ് ഡാനി. ടോം ഡാനിയുടെ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കുക, ടോമിൻ്റെ അച്ഛൻ ഡെന്നീസാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം ടോമിൻ്റെ സഹോദരൻ ആബേലിൻ്റെ അച്ഛൻ ഡെന്നീസാണ്. അപ്പോൾ ടോമിൻ്റെ അച്ഛനും ഡെന്നീസ് തന്നെയായിരിക്കും. ഈ ഡെന്നീസിൻ്റെ അച്ഛനാണ് ഡാനി. അപ്പോൾ ഡാനിയുടെ മകനായ ഡെന്നിസിൻ്റെ മകനാണ് ടോം. അല്ലെ ഡാനിയുടെ മകൻ്റെ മകനാണ് ടോം. മകൻ്റെ മകനെ കൊച്ചുമകൻ അല്ലെങ്കിൽ പേരക്കുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാനിയുടെ പേരക്കുട്ടിയാണ് ടോം. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു മാസത്തിലെ 6-ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഇവിടെ ഒരു മാസത്തിലെ 6-ാം ദിവസം, അതായത് 6-ാം തീയതി വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 6-ാം തീയതി വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പ്. വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയേക്കാൾ 1 ദിവസം മുമ്പാണെങ്കിൽ ബുധൻ, 2 ദിവസം മുമ്പാകുമ്പോൾ ചൊവ്വയാവും. അതായത് 6-ാം തീയതി ചൊവ്വാഴ്ചയാണ്. നമുക്ക് 18-ാം തീയതി ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. 18. അവർക്ക് 6-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ 6നോട് 7 കൂട്ടിയാൽ കിട്ടുന്ന 13-ാം തീയതിയും ചൊവ്വാഴ്ചയായിരിക്കും. 13നോട് 7 കൂട്ടിയാൽ കിട്ടുന്ന 20ഉം ചൊവ്വാഴ്ചയായിരിക്കും. അപ്പോൾ 20 ചൊവ്വയാണെങ്കിൽ നമുക്ക് 18 കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. 20 ചൊവ്വയാണെങ്കിൽ 19 എന്ത് വരും? 19 തിങ്കളായിരിക്കും. അപ്പോൾ 18 എന്തായിരിക്കും? ഞായറുമായിരിക്കും. അപ്പോൾ 18-ാം തീയതി ഞായറാഴ്ചയായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ തൻ്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ്? അപ്പോൾ ഇത് ഡയറക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അതിനുശേഷം ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റഫായിട്ടൊരു ഡയഗ്രം വരയ്ക്കാം. നോക്കുക, ഇതാണ് ദീപക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് കരുതുക. ഇവിടെ നിന്നും ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പോൾ ഇങ്ങോട്ട് 1 കിലോമീറ്റർ കിഴക്കോട്ട്. അവിടുന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അപ്പോൾ തെക്കോട്ട് 5 കിലോമീറ്റർ. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ്
2 കിലോമീറ്റർ നടന്നു. അവിടുന്ന് വടക്കോട്ട് 9 കിലോമീറ്റർ നടന്നു. ഇപ്പോഴത്തെ പോയിൻ്റ്, ആദ്യത്തെ പോയിൻറ്റും, അതായത് എയും ഇത് നമുക്ക് ബി എന്ന് മാർക്ക് ചെയ്യാം. ഈ എയും ബിയും തമ്മിലുള്ള ഈ അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതിന് നേരെ ഇങ്ങോട്ട് വരച്ചു, പെർപെൻഡിക്കുലറായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ്, തെക്കോട്ട് പോയത് 5 കിലോമീറ്ററാണ്. അപ്പോൾ ഇതൊരു ചതുരമായാലോ. അപ്പോൾ ഈ അകലവും എത്ര തന്നെ വരും? 5 കിലോമീറ്റർ ആയിരിക്കും വരിക. അതുപോലെ ഇവിടെ 2 കിലോമീറ്ററാണ്, അതുകൊണ്ട് ഇതും 2 കിലോമീറ്റർ ആയിരിക്കും വരിക. ഇനി ഇത് ടോട്ടൽ 9 കിലോമീറ്റർ ഉണ്ട്, അതിൽ 5 കിലോമീറ്റർ ഇവിടെ വന്നു. അപ്പോൾ ബാക്കി 4 കിലോമീറ്റർ ആയിരിക്കും ഇവിടെ വരിക. ഇനി നോക്കുക, ഇതിന് ഞാൻ സി എന്ന് പേര് കൊടുത്തു. അപ്പോൾ എ സി ബി ഒരു മട്ടത്രികോണമാണ്, അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത, അതായത് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എ ബി എന്നുള്ള അകലം കണ്ടുപിടിക്കാം. നോക്കുക, പൈതഗോറസ് തിയറം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നോക്കുക, ഇതാണ് ഒരു മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിൽ ഇത് കർണമാണ്, ഇത് രണ്ടും ലംബവശങ്ങളും. അപ്പോൾ കർണത്തിൻ്റെ നീളം എച്ച് എന്നെടുക്കുക. മറ്റ് 2 വശങ്ങൾ എയും ബിയും ആണെങ്കിൽ ഈ എയുടെയും ബിയുടെയും സ്ക്വയറുകളുടെ സം, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈ കർണത്തിൻ്റെ നീളത്തിൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും, എച്ച് സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് പൈതഗോറസ് തിയറം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം എച്ച് സ്ക്വയർ. ഇവിടെ നമുക്ക് ഈ നീളം എ സി എന്നുള്ള നീളം അത് 1 കിലോമീറ്റർ പ്ലസ് 2 കിലോമീറ്റർ, അതായത് 3 കിലോമീറ്ററാണ്. അപ്പോൾ ഇത് 3 കിലോമീറ്ററാണ്. ഇനി സി ബി എന്നുള്ള നീളം നോക്കുക, നമ്മൾ കണ്ടു 4 കിലോമീറ്ററാണ്. അപ്പോൾ ഇത് 4 എന്നും കൊടുക്കുക. നമുക്ക് ഈ ഡിസ്റ്റൻസ് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ദൂരം എ ബി എന്നുള്ള ദൂരം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇവിടെ എച്ച് സ്ക്വയർ സമം എയുടെ സ്ക്വയർ, അതായത് 3ൻ്റെ സ്ക്വയർ, അധികം ബിയുടെ സ്ക്വയർ, അതായത് 4ൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, അതായത് 25 വരും. 16 9 കൂടെ കൂട്ടുമ്പോൾ അപ്പോൾ എച്ച് എത്രയായിരിക്കും? നമുക്കറിയാം 5ൻ്റെ സ്ക്വയറാണ് 25, അഥവാ 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. അപ്പോൾ എച്ച് 5 ആണ്, അതായത് ഈ നീളം 5, ഈ ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇപ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് 5 കിലോമീറ്ററാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. പി ക്യു എന്നത് കേന്ദ്രം ഒ ഉള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. പിയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. വൃത്തത്തിൽ ആർ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എസിൽ പി ടാൻജൻറ്റിനെ സംയോജിക്കുന്ന ക്യു ആർ നിർമ്മിക്കുക. കോൺ പി എസ് ക്യു സമം 48 ഡിഗ്രി ആണെങ്കിൽ കോൺ പി ക്യു ആർ സമം ഡാഷ്. ഇപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഒ കേന്ദ്രമായുള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ് പി ക്യു എന്ന് ആദ്യ സെൻറ്റൻസിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു റഫായിട്ടൊരു വൃത്തം വരയ്ക്കാം. ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം ഒ അടയാളപ്പെടുത്തി ഇതിന് വ്യാസം അടയാളപ്പെടുത്തുന്നു. വ്യാസം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഈ രേഖയാണ്. ഇതിന് പേര് തന്നിട്ടുണ്ട് പി ക്യു. അപ്പോൾ ഇതാണ് പി ക്യു. വ്യാസം വരെ വരച്ചു. പിയിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. ടാൻജൻറ്റ് ഓർക്കുക, ഈ വൃത്തത്തിനെ ഒരേ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈനാണ് ടാൻജൻറ്റ്. അപ്പോൾ പിയിൽ ടച്ച് ചെയ്യുന്ന ഒരു ടാൻജൻറ്റ് വരച്ചു. ഇതാണ് ടാൻജൻറ്റ്. വൃത്തത്തിൽ ആർ എന്നൊരു പോയിന്റ് അടയാളപ്പെടുത്തുക. നമുക്കിവിടെ ആർ എന്ന പോയിന്റ് അടയാളപ്പെടുത്താം. എസിൽ പി ടാൻജൻറ്റിനെ സംയോജിക്കുന്ന ക്യു ആർ നിർമ്മിക്കുക. അതായത് പിയിലെ ടാൻജൻറ്റിനെ, ഈ ടാൻജൻറ്റിനെ എസ് എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ക്യു ആർ എന്നൊരു വര വരയ്ക്കണം. അത്രേ ഉള്ളൂ, ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ക്യൂവിൽ നിന്ന് ആറിൽ കൂടി കടന്നു പോകുന്ന വരെയാണ് ക്യു ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്യൂവിൽ നിന്ന് ആറിൽ കൂടി കടന്നു പോകുന്നൊരു ലൈൻ വരയ്ക്കാം. ഈ ലൈൻ ഈ പിയിലെ ടാൻജൻറ്റിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് എസ്. ഇനി കോൺ പി എസ് ക്യു സമം 48 ഡിഗ്രി എന്ന് നൽകിയിട്ടുണ്ട്. അതായത് ഈ കോണാണ് 48 ഡിഗ്രി. ഈ കോൺ 48 ഡിഗ്രിയാണ്. കോൺ പി ക്യു ആർ കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കോണാണ് കണ്ടുപിടിക്കേണ്ടത്, പി ക്യു ആർ. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു കാര്യം ഓർക്കുക, എപ്പോഴും ടാൻജൻറ്റ് വ്യാസത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും.
അല്ലെങ്കിൽ ടാൻജൻറ്റ് വ്യാസത്തിന് ലംബമായിരിക്കും. അപ്പോൾ ഇത് നോക്കുക, ഈ കോൺ ഇവിടെ ഇത് വ്യാസമാണ് പി ക്യു, പിയിലെ ടാൻജൻ്റാണ് ഈ ലൈൻ. അപ്പോൾ അത് രണ്ടും ലംബമായതുകൊണ്ട് ഈ കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഇതൊരു ത്രികോണമാണല്ലോ. ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അതിലെ 2 കോണുകൾ നമുക്കറിയാം, 90ഉം 48ഉം. അപ്പോൾ മൂന്നാമത്തെ കോൺ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 90ഉം 48ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 138 വരും. 180ൽ നിന്ന് 138 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പി ക്യു ആറിൻ്റെ അളവും കിട്ടും. 180ൽ നിന്ന് 138 കുറയ്ക്കുക, 42 എന്ന് കിട്ടും. അതായത് ഈ കോണിൻ്റെ അളവ് 42 ഡിഗ്രിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കുമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ഇവിടെ എയും ബിയും ചേർന്നാൽ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീരും. അതുപോലെ എയും സിയും ചേർന്നാൽ 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്നാൽ 6 ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്തു തീരും. അങ്ങനെയെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അവർക്ക് എയും ബിയും ചേർന്നാൽ 12 ദിവസം കൊണ്ട് ജോലി ചെയ്തു തീരും. അതായത് എയും ബിയും കൂടെ ഒരു ദിവസം ആ ജോലിയുടെ 12 ഭാഗമാണ് ചെയ്തു തീർക്കുക. ഇവർക്ക് 2 പേർക്കും കൂടി 12 ദിവസം വേണം ജോലി ചെയ്തു തീർക്കാൻ. അപ്പോൾ ഒരു ദിവസം അവർ ചെയ്യുന്നത് ആ ജോലിയുടെ 12 ഭാഗമാണ്. അപ്പോൾ ഇത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനെ എഴുതാം. എ പ്ലസ് ബി, എയും ബിയും കൂടെ ചേരുന്നതുകൊണ്ടാണ് എ പ്ലസ് ബി എന്ന് എഴുതിയത്. എ പ്ലസ് ബി സമം 12 എന്ന് എഴുതാം. ഒരു ദിവസം അവർ ചെയ്യുന്ന ജോലി 12. അതുപോലെ എയും സിയും ചേർന്നാൽ 8 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. അതായത് എയും സിയും ചേർന്നാൽ ഒരു ദിവസം ആ ജോലിയുടെ 8 ഭാഗം ചെയ്യും. അത് നമുക്ക് എ പ്ലസ് സി സമം 8 എന്ന് എഴുതുക. ബിയും സിയും ചേർന്നാൽ 6 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തരും. അപ്പോൾ ബിയും സിയും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് ആ ജോലിയുടെ 6 ഭാഗം ചെയ്തു തരും. അപ്പോൾ ബി പ്ലസ് സി സമം 6 എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എ ബി സി ഇവർ 3 പേരും കൂടി ഒരു ദിവസം ആ ജോലിയുടെ എത്ര ഭാഗം ചെയ്തു തീർക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ഇത് 3ഉം കൂടെ കൂട്ടാം. അപ്പോൾ ഇടതുവശവും വലതുവശവും സെപ്പറേറ്റ് കൂട്ടാം. ഇവിടെ നോക്കുക, എ 2 തവണയുണ്ട്, ബി 2 തവണയുണ്ട്, സി 2 തവണയുണ്ട്. അപ്പോൾ കൂട്ടുമ്പോൾ 2A അധികം 2B അധികം 2C എന്ന് വരും. സമം വലതുവശത്ത് 12 അധികം 8 അധികം 6 എന്നും വരും. നോക്കുക, ഇവിടെ 2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 2 × എ പ്ലസ് ബി പ്ലസ് സി സമം, ഇവിടെ കൂട്ടണമെങ്കിൽ ഭിന്നസംഖ്യകളാണ് പൊതുവായ ഛേദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇവയുടെ ലസാഗു കാണാം, അല്ലെങ്കിൽ ഇതിലെ വലിയ സംഖ്യ എടുത്താൽ മതി. വലിയ സംഖ്യ നോക്കുക 12. ഇത് മറ്റ് 2 സംഖ്യകളുടെ ഗുണിതമാണോ എന്ന് നോക്കുക. 12 8ൻ്റെ ഗുണിതമല്ല. അപ്പോൾ 12ൻ്റെ ഗുണിതങ്ങൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക. 12ൻ്റെ അടുത്ത ഗുണിതം 24ആണ്. 24നെ 8 കൊണ്ടും ഹരിക്കാം, 6 കൊണ്ടും ഹരിക്കാം. അല്ലെങ്കിൽ 8ൻ്റെയും 6ൻ്റെയും ഗുണിതമാണ് 24. അതുകൊണ്ട് പൊതുവായ ഛേദമായിട്ട് നമുക്ക് 24 എടുക്കാം. അപ്പോൾ 24 നമ്മൾ ഫിക്സ് ചെയ്ത് പൊതുവായ ഛേദം. 12നെ 24 ആക്കാനായിട്ട് എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2/24 എന്ന് വരും. പ്ലസ് 8നെ 3 കൊണ്ട് ഗുണിച്ച 24 കിട്ടും. അവിടെയും അംശത്തിനെയും ഗുണിക്കുക. അപ്പോൾ 3/24 പ്ലസ് 6നെ 4 കൊണ്ട് ഗുണിക്കണം 24 കിട്ടാൻ, അംശത്തിനെയും ഗുണിക്കുന്നു. 4/24 സമം, ഇവിടെ ഇപ്പോൾ എത്ര വരും? ഛേദം 24 വരും. അംശമോ അംശത്തിൽ കൂട്ടിയാൽ മതി. 4 3 7 2 9. അപ്പോൾ 24 9 എന്ന് കിട്ടും. ഇത് 2 × എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി കിട്ടാനായിട്ട് നമുക്ക് ഈ 2നെയും കൂടെ വലതുവശത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതിൻ്റെ ഛേദം ഇരട്ടിയാവും. 48ൽ 9 എന്ന് വരും. അതായത് എ ബി സി ഇവർ 3 പേരും കൂടി ഒരു ദിവസം ആ ജോലിയുടെ 48ൽ 9 ഭാഗം ചെയ്തു തീർക്കും. ഇനി നോക്കുക, നമ്മുടെ ഇവിടെ ബിയുടെ കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയും സിയും കൂടെ ചേർന്നാൽ 8ൽ ഭാഗം ജോലിയുടെ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും സിയും ചേർന്നാൽ ഒരു ദിവസം ജോലിയുടെ 8ൽ ഭാഗം ചെയ്യും. എയും ബിയും സിയും 3 പേരും കൂടെ ആണെങ്കിൽ 48ൽ 9 ഭാഗമാണ് ചെയ്യുക. അപ്പോൾ ബി തനിയെ ഒരു ദിവസം ചെയ്യുന്നത് എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കുന്നതിനായിട്ട്
നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി നിന്നും എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്നും എ പ്ലസ് സി അങ്ങ് കുറച്ചാൽ മതിയല്ലോ. എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്നും എ പ്ലസ് സി കുറച്ചാൽ മതി. എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്ന് എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ എത്ര വരും? 48/9. അതിൽ നിന്ന് എ പ്ലസ് സി എത്രയാണ്? 8 കുറയ്ക്കുക. നോക്കുക, എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്ന് എ പ്ലസ് സി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മിച്ചം ഇവിടെ ബി എ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബി സമം 48/9 നിന്ന് 8 കുറയ്ക്കണമെങ്കിൽ ഇവിടെയും ഛേദം പൊതുവാക്കണം. നോക്കുക, 8നെ 6 കൊണ്ട് ഗുണിച്ചാൽ 48 കിട്ടും. ഇവിടെ അംശത്തിനെ 6 കൊണ്ട് ഗുണിക്കുക. 48/9 മൈനസ് 6/48, അതായത് പൊതുവായ ഛേദം 48ആയി. 9ൽ നിന്ന് 6 കുറച്ചാൽ 3, 48 വരും. അപ്പോൾ ബി ഒരു ദിവസം ആ ജോലിയുടെ 48ൽ 3 ഭാഗം ചെയ്യും. അപ്പോൾ ബിക്ക് ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ ഓർക്കുക, 48/3 ആയിരിക്കും. 48/3 = 16. അപ്പോൾ 16 ദിവസം കൊണ്ട് ബി ആ ജോലി ചെയ്തു തീരും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഇവിടെ ഓർക്കുക, ബി ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് 48ൽ 3 ഭാഗം. അപ്പോൾ ബിക്ക് ജോലി ചെയ്ത് തീർക്കാൻ ഇതിൻ്റെ വിൽക്രമം 48/3 ദിവസങ്ങൾ വേണം. കാട്, മൃഗശാല, കടൽ ഡാഷ്. കാടും മൃഗശാലയും തമ്മിലുള്ള അതേ ബന്ധം ഉപയോഗിച്ച് വേണം നമുക്ക് കടലിനോടൊപ്പം വരുന്ന വാക്ക് കണ്ടുപിടിക്കാം. ഓർക്കുക, കാട്ടിലെ ജീവികളെ നമുക്ക് മനുഷ്യർക്ക് കാണാനായി കൂട്ടിലടച്ച് വളർത്തുന്നതാണ് മൃഗശാല. അപ്പോൾ കടലിലെ ജീവികളെ നമുക്ക് കാണാനായി കൂട്ടിലടച്ച് വളർത്തുന്ന സ്ഥലം ഏതെന്ന് നോക്കിയാൽ മതി, അതാണ് അക്വേറിയം. അപ്പോൾ കടലിനോട് ബന്ധപ്പെട്ട് വരേണ്ട വാക്ക് അക്വേറിയമാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നത് CHRBHOKHMD എന്നാണ്. ആ കോഡിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എഴുതുന്നത്? ഇവിടെ ഡിസിപ്ലിൻ്റെ കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കുക, ഡിസിപ്ലിൻ്റെ അക്ഷരങ്ങൾ DIS CI PLINE. ഇതിന് നൽകിയിരിക്കുന്ന കോഡ് നോക്കുക, CHRBHOKHMD. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഡ്യൂക്കേഷൻ എന്ന വാക്കിൻ്റെ കോഡാണ് EDUCATION. നോക്കുക, ഈ ഡിസിപ്ലിൻ്റെ കോഡൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മാർഗം മനസ്സിലാവും. നോക്കുക, ഡി ആണ് ആദ്യത്തെ അക്ഷരം, ഇവിടെ തന്നിരിക്കുന്നത് സിയും, അതായത് ഡിയുടെ കോഡ് സി കൊടുത്തിരിക്കുന്നു. അതായത് അക്ഷരമാലയിൽ ഡിക്ക് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരമാണ് സി. അതുപോലെ അക്ഷരമാലയിൽ ഐക്ക് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരമാണ് എച്ച്. എസിന് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരം R, സിക്ക് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരം B. അതായത് ഓരോ അക്ഷരത്തിനും പകരം അക്ഷരമാലയിൽ അതിന് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരമാണ് അതിൻ്റെ കോഡായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കോഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഇക്ക് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരം ഡി ആണ്, ഡിയുടെ തൊട്ട് പുറകിൽ വരുന്ന അക്ഷരം സി, യുവിന് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരം ഏതാണ്? ടി വേണം. സിക്ക് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരം ബി, എയ്ക്ക് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരം, അപ്പോൾ എയ്ക്ക് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരത്തിന് പകരം നമ്മൾ ഇസഡ് കൊടുക്കുക, അക്ഷരമാലയിലെ ലാസ്റ്റ് അക്ഷരം കൊടുക്കുക. ഇനി ടിക്ക് തൊട്ട് പുറകിൽ വരുന്ന അക്ഷരം ഏതാണ്? എസ്. ഐക്ക് തൊട്ട് പുറകിൽ എച്ച് വരും. ഒയ്ക്ക് തൊട്ട് പുറകിലോ എന്ന് തൊട്ട് പുറകിൽ വരേണ്ടത് എം. അപ്പോൾ DCTBZSHNM ആയിരിക്കും ഇതിൻ്റെ കോഡായിട്ട് വരേണ്ടത്. ശരി ഉത്തരം ഓപ്ഷൻ സി. ടി സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം D = 4t² - 3 ആണ് നൽകുന്നത്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ 9:02 AM -നും 9:03 AM -നും ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഇവിടെ ടി സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം D = 4t² - 3 എന്ന രൂപത്തിൽ നൽകിയിരിക്കുന്നു. അതായത് സമയവുമായി ബന്ധപ്പെടുത്തിയാണ് അത് സഞ്ചരിക്കുന്ന ദൂരം നൽകിയിരിക്കുന്നത്.
അപ്പോൾ രാവിലെ 9:02 AM 9:03 AM ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം നമുക്ക് കണ്ടുപിടിക്കണം. അതായത് 9:02 9:03 ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം. അപ്പോൾ ഈ ചോദ്യത്തിൽ ഈ സെക്കൻഡിൽ എന്ന് തന്നിരിക്കുന്നത് തെറ്റാകാനാണ് സാധ്യത, പകരം മിനിറ്റിൽ ആകാനാണ് സാധ്യത. അപ്പോൾ ടി മിനിറ്റിൽ എന്നുള്ള രൂപത്തിലാണ് ഈ ക്വസ്റ്റിന് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇവിടെ സെക്കൻഡിൽ എന്നുള്ളതിന് പകരം മിനിറ്റ് ആണെന്നുള്ള കരുതിയാണ് ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 9:02 കാർ സഞ്ചരിച്ചിരിക്കുന്ന ദൂരം, 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 9:02 ആകുമ്പോൾ കാർ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ എക്സ്പ്രഷനകത്ത് ടിക്ക് പകരം 2 കൊടുത്താൽ മതി. ടിക്ക് 2 കൊടുക്കുമ്പോൾ 9:02 കാറിൻ്റെ അകലം കണ്ടുപിടിച്ച് വരും. അപ്പോൾ ഡി എത്രയായിരിക്കും? ടിക്ക് പകരം 2 കൊടുക്കുമ്പോൾ 4 × 2 സ്ക്വയർ -3 എന്ന് വരും. 2ൻ്റെ സ്ക്വയർ 4 തന്നെയാണല്ലോ. അപ്പോൾ 4 × 4 - 3 4 16, 16ൽ നിന്ന് 3 കുറച്ചാൽ 13. അപ്പോൾ 9:02 ആകുമ്പോൾ കാറിൻ്റെ ഡിസ്റ്റൻസ് 13 യൂണിറ്റ് ആയിരുന്നു. ഇനി 9:03 ആകുമ്പോഴുള്ള കാറിൻ്റെ അകലം കണ്ടുപിടിക്കാനായിട്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള അകലം കാണാനായിട്ട് ടിക്ക് പകരം 3 കൊടുക്കുക. അതായത് 4 × 3 സ്ക്വയർ -3 എന്ന് വരും. 3ൻ്റെ സ്ക്വയർ 9 ആണല്ലോ. അപ്പോൾ 4 × 9 - 3 4 × 9 36, 36ൽ നിന്ന് 3 കുറച്ചാൽ 33. അപ്പോൾ 9:02 ആയപ്പോൾ കാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള അകലം 13 യൂണിറ്റും 9:03 ആകുമ്പോൾ 33 യൂണിറ്റുമാണ്. അപ്പോൾ ഈ 2 മിനിറ്റിനും 3 മിനിറ്റിനും ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം എന്ന് കണ്ടുപിടിക്കാനായിട്ട് 33ൽ നിന്ന് 13 കുറയ്ക്കുക, അതായത് 20. അപ്പോൾ 9:02 9:03 ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം 20 യൂണിറ്റാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 2:11 3:. അപ്പോൾ 2ഉം 11ഉം തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് 3നോട് ചേർന്ന് വരുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ. അപ്പോൾ 2നെ 11ആയിട്ട് ബന്ധിപ്പിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. പക്ഷേ അതേ ബന്ധമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും 3നോട് ചേർന്ന് വരുന്നൊരു സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഓർക്കുക, 2ൻ്റെ ക്യൂബ് 8 അതിനോട് 3 കൂട്ടിയാൽ 11 കിട്ടും. 2ൻ്റെ ക്യൂബ് 8 8നോട് 3 കൂട്ടിയാൽ 11 കിട്ടും. അപ്പോൾ ഇതേ ബന്ധം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ഓപ്ഷൻസിൽ നിന്നും ഒരെണ്ണം 3നുമായിട്ട് ബന്ധിപ്പിക്കാവുന്നതാണ്. 3ൻ്റെ ക്യൂബിനോട് 3 കൂട്ടുക. 3ൻ്റെ ക്യൂബ് 27 3/3 27 27നോട് 3 കൂട്ടിയാൽ 30. അപ്പോൾ ഈ ഒരു ബന്ധം ഉപയോഗിച്ചാൽ നമുക്ക് 3ഉം 30ഉമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പോൾ ഉത്തരമായി വരുന്നത് ശരി ഉത്തരം ഓപ്ഷൻ എ 30. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? അപ്പോൾ ഈ ചിത്രത്തിൽ ആകെയുള്ള ത്രികോണങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് എണ്ണിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നോക്കുക, ഇതൊരു ത്രികോണമാണ്. ഇതിനെ നടുക്കൂടി ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇത് 2 ത്രികോണങ്ങൾ ഇതായി. ഇത് കൂടാതെ ആദ്യത്തെ വലിയ ത്രികോണവും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ 3 ത്രികോണം ഇവിടെയുണ്ട് എന്നുള്ളത് ഓർക്കുക. ഉദാഹരണമായിട്ട് ഇത് ABC എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഞാൻ D എന്നും കൊടുത്തു. ത്രികോണം ABC ഒരു വലിയ ത്രികോണം. ഇത് കൂടാതെ ABDയും ACDയും അങ്ങനെ 2 ത്രികോണങ്ങൾ കൂടി. അങ്ങനെ മൊത്തം 3 ത്രികോണങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഈ ചിത്രത്തിൽ വരുന്ന എല്ലാ ത്രികോണങ്ങളും എണ്ണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 ത്രികോണങ്ങൾ ഇതിനകത്ത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 12 ആണ്.